ഒരു ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് നേരിടാനുള്ള മുൻകരുതലുകൾ നടക്കുന്നുണ്ട്. പൊതുസമൂഹത്തെ സജ്ജമാക്കേണ്ടതുണ്ട്. ഇന്ന് സിവിൽ മോക്ക് ഡ്രില്ലിന്റെ ഡേ ആണ്. ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് നടക്കുകയാണ്. ബ്ലാക്ക് ഔട്ടിന്റെ സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്ന കാര്യം നേരത്തെ തന്നെ അഡ്വൈസറി പുറപ്പെടുവിച്ചിരുന്നു. നമുക്ക് അതിന്റെ വാർത്ത ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും ചർച്ചയിലേക്ക് വരാം. പി ബസന്ത് ഉണ്ട്. ബസന്ത്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബ്ലാക്ക് ഔട്ട് സമയം ആണ് ഇപ്പോൾ. എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ? ജനങ്ങൾ പൂർണ്ണമായും സഹകരിച്ചോ? അഭിലാഷ്, ഡൽഹിയിൽ മാത്രമാണ് 8 മുതൽ 8:15 വരെയുള്ള ബ്ലാക്ക് ഔട്ട് ഉള്ളത്. ബാക്കി ബീഹാർ അടക്കമുള്ള, ഉത്തരാഖണ്ഡ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും നേരത്തെ തന്നെ ബ്ലാക്ക് ഔട്ടുകൾ വന്നിട്ടുണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ 8 മുതൽ 8:15 വരെ ബ്ലാക്ക് ഔട്ടായിരുന്നു. അതായത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ വിളക്കുകൾ അണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് പാർലമെൻറ്റ്. അതോടൊപ്പം തന്നെ വിജയ് പത്തിൽ, അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വിളക്ക് അണഞ്ഞു കിടന്നു. കൊണാർട്ട് പ്ലേസിലും അതോടൊപ്പം നമ്മളെ മാതൃഭൂമി ന്യൂസ് സ്ഥിതി ചെയ്യുന്ന ബാരക്കമ്പ റോഡിലുമൊക്കെ തന്നെ പവർ അണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ബീഹാറിലൊക്കെ നേരത്തെ തന്നെയായിരുന്നു. പല സംസ്ഥാനങ്ങളിലും പല സമയമാണ് ഉത്തരേന്ത്യയിൽ ഉള്ളത്. പഞ്ചാബിൽ 10 മുതൽ 10:30 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പല സംസ്ഥാനങ്ങളിൽ പല ഘട്ടങ്ങളിലായി, പല സമയങ്ങളിലായി ഇപ്പോൾ ബ്ലാക്ക് ഔട്ട്. ഇപ്പോൾ 15 മിനിറ്റ് നേരത്തേക്ക്, ചില സ്ഥലങ്ങളിൽ അരമണിക്കൂർ നേരത്തൊക്കെയാണ് ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ഉള്ളത്. യെസ്, ബ്ലാക്ക് ഔട്ട് നടക്കുകയാണത് ഒരു പ്രിക്കോഷൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു സന്ദേശം കൊടുക്കുക. അതുപോലെ തന്നെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ നേരിടണം എന്ന തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കാൻ ജനങ്ങളെ ശീലിപ്പിക്കുക. ആളുകൾക്ക് ലൈറ്റ് അണച്ച് അകത്തിരിക്കാനുള്ള പരിശീലനം കൊടുക്കുക തുടങ്ങിയവ ലക്ഷ്യം വെച്ചിട്ടാണ്. എന്തായാലും അതുകൂടി നമ്മൾ ശീലിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഒരു യുദ്ധം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും യുദ്ധം ഉണ്ടാകില്ല എന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ലല്ലോ.